ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും. ഒത്തിരി ദിവസമൊക്കെ ആയല്ലോ എല്ലാവരെയും കണ്ടിട്ട്. അപ്പം പുതിയൊരു വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. അതെ, എനിക്ക് ചിരി വന്ന എന്താണെന്നറിയാവോ? ഞാൻ വലിയൊരു ലോങ് വീഡിയോ ഇട്ടിട്ട് മുങ്ങിയ ആളാണ്. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ചിരി വന്നു കേട്ടോ. അതിനൊരു ഒരു വ്യക്തത തരാൻ പിറ്റേ ദിവസം വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചാണ്. പക്ഷെ പനി ആയതുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്തില്ല. അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ വലിയ വീഡിയോ ഒന്നും വലിച്ചൊന്നും നീട്ടുന്നില്ല കേട്ടോ. അതെനിക്ക് ഒരുപാട് വിഷമം ഉണ്ടായി എന്ന് വെച്ചാൽ ഒത്തിരി വലിയ വീഡിയോ ആയിപ്പോയി എന്ന് എനിക്ക് മനസ്സിലായി. അപ്പം എല്ലാവരും എന്നോട് ക്ഷമിക്കണം കേട്ടോ. ഞാൻ പറയുമ്പം നമ്മളെല്ലാം വ്യക്തതയോടുകൂടി പറയണമല്ലോ എന്ന് മാത്രമേ ഞാൻ വിചാരിച്ചുള്ളൂ കേട്ടോ. അല്ലാതെ ആരെയും ബോറടിപ്പിക്കാനൊന്നും ചെയ്തതൊന്നും അല്ല. അപ്പം ഇനി അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം. പിന്നെ അപ്പോൾ കുറേ ദിവസം പനിയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്നൊരു വലിയ സന്തോഷത്തിലാണ്. നാളെ അപ്പോൾ ഇവിടുത്തെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നാളെ ഞാൻ പോവുകയാണ്. അപ്പോൾ അതുകൂടെ പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം നാളെ രാവിലെ പോവും. അപ്പം ഞാനൊരു 16-ാം തീയതി ഇവിടെ കയറിയതാണ്. അപ്പം ഇന്നലെ വരെ ഉള്ളായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അപ്പം ഇന്നലെ പോകാൻ പറ്റാത്തതുകൊണ്ട് നാളെ പോവും. അപ്പോൾ അപ്പം ഞാൻ വേറൊരു വീഡിയോ കാണിക്കാവേ. സോറി, വേറൊരു വീഡിയോ അല്ല. അപ്പം ഞാൻ ഇന്ന് ഒരു സ്ഥലം വരെ പോയായിരുന്നു കേട്ടോ. അപ്പോൾ പോയപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ എടുത്ത് കമ്മലുകളാണ്. എനിക്ക് ഈ കമ്മലുകളെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഭയങ്കര വീക്ക്നെസ്സാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കമ്മൽ. അത് നിങ്ങൾക്ക് എന്നാലും എനിക്ക് ഒരുപാട് കമ്മലുകളുണ്ടായിരുന്നു. വേറൊന്നും ഞാൻ വാങ്ങിക്കത്തില്ല, ഈ കമ്മൽ മാത്രം വാങ്ങിക്കും. അപ്പോൾ ഒരുപാട് കമ്മലുകളുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഓരോരുത്തർക്ക് കൊടുക്കുമായിരുന്നു കേട്ടോ. ഇല്ലാത്തവർക്കൊക്കെ പാവമെന്ന് അങ്ങനെയല്ല, ആർക്കെങ്കിലും ഒക്കെ വേണമെങ്കിൽ ഞാൻ കൊടുക്കും. എനിക്കിട്ട് ഒരുമാതിരിയൊക്കെ കൊതിയൊക്കെ തീരുമ്പം ഞാൻ അങ്ങനെ നശിപ്പിക്കത്തൊന്നുമില്ല കേട്ടോ, സൂക്ഷിച്ച് തന്നെ വെക്കും. അപ്പം ഞാനൊരു കടയിൽ കയറിയിട്ടേ കുറേ ഒരുപാടൊന്നും ഇല്ല, എന്നാലും കുറച്ചേറെ കമ്മലുകൾ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളെ അതിൻ്റെ കൂടെ ഇതുകൂടെ കാണിക്കാമെന്ന് വെച്ചിട്ട് വന്നു. അപ്പം ഞാൻ 2 കമ്മൽ മേടിച്ചു, അത് നിങ്ങളെ കാണിക്കാം. അപ്പം ഞാൻ വാങ്ങിച്ച കമ്മൽ നിങ്ങളെ കാണിക്കാവേ. ഇതാണ് ഒരു കമ്മലേ. 2 കമ്മലാണ് മേടിച്ചത്. അതിൽ ഒരു ജോഡി ഇതാണ്. 2 ഒരുപോലെയൊക്കെ തന്നെ കേട്ടോ വാങ്ങിച്ചത്. അപ്പം എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ അങ്ങ് വാങ്ങിച്ചു. ഒന്ന് ഇതാണ് കേട്ടോ, കണ്ടോ? ഇത് ഒന്ന് ഏതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നൊന്ന് പറയണേ. ഒന്നിത്. എനിക്ക് 2 ഒരുപോലെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് 2 എടുത്തത്. ഇതിനധികം പൈസയൊന്നും ഇല്ല കേട്ടോ, 40 രൂപയേ ഉള്ളൂ. 2-ന് 40 രൂപയേ ഉള്ളൂ, അല്ല ഒരുപാട് പൈസയൊന്നുമില്ല. അപ്പം ഇരിക്കട്ടെ. അപ്പം ഇതിന് 40, ഇതിന് 40. എനിക്ക് 2 കമ്മലും ഇഷ്ടപ്പെട്ട്. 2 കമ്മലും ഒരെണ്ണം എനിക്കും ഒരെണ്ണം എൻ്റെ മോക്കുമാണ്. അപ്പം എനിക്കാണെങ്കിൽ ഇതാണ് കൂടുതൽ ഇത്തിരി കൂടി ഇഷ്ടപ്പെട്ടത്. ഇതും ഇഷ്ടപ്പെട്ടു. ഇപ്പം അവൾക്ക് വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ എടുക്കും 2. എനിക്ക് ഇങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇത് 2 ജോഡി കമ്മൽ. പിന്നെ ദേ ഈ പൊട്ട് കാണുന്നുണ്ടോ? ഈ പൊട്ട് കേട്ടോ. ഇതും ഞാൻ ഇങ്ങനത്തെ പൊട്ട് അങ്ങനെ വെക്കാറില്ല കേട്ടോ. എനിക്ക് ഈ ഒരുപാട് ഡിസൈനൊന്നും ഉള്ള പൊട്ടൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പം കാണുന്നുണ്ടോ? കണ്ടോ? ഇത് ഒരു പൊട്ട്. അപ്പം ഇത് ഗോപി പൊട്ടാണ്. ഞാൻ ഇങ്ങനത്തെ പൊട്ടൊന്നും അധികം വെക്കാറില്ല. എപ്പോഴും കറുത്ത പൊട്ടാണ് ഞാൻ വെച്ചുകൊണ്ട് കിടക്കുന്നത്. അപ്പം അങ്ങനെ ഒരു പൊട്ട്. പിന്നെ ഇത് കളർ പൊട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കളർ പൊട്ട്. ഇത് ഞങ്ങൾക്ക് 2 പേർ കൂടെ വാങ്ങിച്ചതാണ്. ഇത് പകുതിച്ച ഞങ്ങൾ എടുക്കും. അവക്കും മരുമോക്കും എനിക്കും കൂടെ വാങ്ങിച്ചതാണ്. അവളെ ഇങ്ങനത്തെ വെക്കുമെന്ന് എപ്പോഴും കറുപ്പ് വെച്ചാണ് ഞാൻ കണ്ടിരിക്കുന്നത്. എന്തായാലും ഇത് ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ വലിയ പൊട്ടല്ലേ, നല്ല ഒത്തിരി ഉണ്ടല്ലോ.
അപ്പം ഒരേ ഡ്രസ്സിന് ഒരേ പൊട്ടിടാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ആരും എങ്ങും പോകുന്നില്ല, എന്നാലും ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് വാങ്ങിച്ചാണ്. അപ്പം ഇതൊന്ന്, ഒരുപാടൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. പിന്നെ ഈ കറുപ്പ് രണ്ടും, ഇത് ഞാൻ മോക്ക് വേണ്ടി വാങ്ങിച്ചതാണ്, ഈ കറുത്ത പൊട്ടുകൾ. പിന്നെ അവക്കെന്ന് വെച്ചാലേ ഞാൻ പോകുമ്പോൾ എല്ലാം ഇതുപോലത്തെ ഓരോ പൊട്ടുകൾ കൊണ്ട് കൊടുക്കും. പക്ഷേ കുഞ്ഞ് ഉണ്ടല്ലോ, കുഞ്ഞാണെങ്കിൽ അവന് പൊട്ട് ഞാൻ ചെല്ലുമ്പോൾ ഞാൻ പൊട്ട് വെച്ചിരിക്കുന്ന കണ്ടാലും അവൻ വലിച്ചെടുക്കും. അപ്പം ഇതൊരു പൊട്ട്. അപ്പം ആര് വെച്ചിരുന്ന അവൻ വെക്കാൻ സമ്മതിക്കൂല, പിന്നെ പാത്തൊക്കെയാണ് വെക്കുന്നത്. അപ്പം അതൊരു പൊട്ട്. പിന്നെ വേണ്ട ഇതാണേ, എന്തോ പിന്നെ ഈ ഒരു പൊട്ട്, ഇത് നല്ല റൗണ്ടിനുള്ള ഒരു ഡിസൈനൊക്കെ ഉള്ളൊരു പൊട്ട്. കാണുന്നുണ്ടായിരിക്കും അല്ലേ? അപ്പം അങ്ങനത്തെ ഒരു പൊട്ട്. ഇത് അപ്പം പൊട്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ 4 പൊട്ടാണ് ഞാൻ വാങ്ങിച്ചത്. അത് ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ ചേർത്തിട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത്, അല്ല എനിക്ക് മാത്രമല്ല. 2 ഇതും കുറേശ്ശെ ഞാൻ എടുക്കും. ഇത് ഞാൻ എടുക്കത്തില്ല, ഇതെനിക്കുണ്ട്. ഞാൻ കറുത്ത പൊട്ടാണ് സാധാ വെക്കുന്നത്. അപ്പം ഞാൻ കറുത്ത പൊട്ടാണ് സാധാരണ വെക്കുന്നത്. അപ്പം അതുകൊണ്ട് കറുത്ത പൊട്ടെല്ലാം അവർക്ക് കൊടുക്കും. പിന്നെ ഈ കളറിൽ നിന്ന് കുറച്ചെടുക്കും, അത്രേ ഉള്ളേ. പിന്നെ ഒരു ഇത് വാങ്ങിച്ചേ, എന്താണ് ഈ സൺസ്ക്രീം, ഒരു ചെറുതാണ് ഇത്. മറ്റേ വലുതിനൊക്കെ ഭയങ്കര വിലയാണ്, 300 അങ്ങനെയൊക്കെ. ഇതിന് 90 എത്ര കണ്ടാണ്, എന്നാലും നമ്മളെയൊക്കെ സംബന്ധിച്ച് ഭയങ്കര വിലയാണ്. പിന്നെ ഇത് പിന്നെ നമുക്ക് വേണമല്ലോ, വെയിലത്തൊക്കെ പോകുമ്പോൾ അത് വേണമല്ലോ. ഇതൊക്കെ എനിക്കാണ് കേട്ടോ, ഓക്കെ അല്ല. പിന്നെ ഒരു നെയിൽ പോളിഷ് വാങ്ങിച്ചു, ചുമപ്പ്. ഇത്രയാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ. അപ്പം ഇത് ഇത്രയും സാധനമാണ് വാങ്ങിച്ചത്. ഒരുപാടൊക്കെ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് അങ്ങനെ ഒരുപാട് വാങ്ങിക്കാൻ പറ്റൂലല്ലോ. നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചല്ല നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പം ഇത്ര സാധനം ഞാൻ വാങ്ങിച്ചുള്ളൂ കേട്ടോ. അപ്പം കമ്മൽ ഇനി ഞാൻ 2-3 കൂടെ അവൾക്ക് വേണ്ടി മേടിക്കും. ഇത് ചുമ്മാ കണ്ടപ്പോഴും ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ, നല്ലതായതുകൊണ്ട്. അവൾക്ക് വേണ്ടി ഇനി ഞാൻ 2-3 കമ്മലൂടെ വാങ്ങിക്കും. അപ്പം ഇത് നല്ലതല്ലേ, അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവൾക്ക് കൊടുക്കും. അവൾക്ക് ഇഷ്ടപ്പെടും, ഞാനെല്ലാം കൊണ്ട് കൊടുക്കുന്നത് അവൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടാതെ ഒന്നും ഇരിക്കത്തില്ല, എപ്പോഴും ഇഷ്ടപ്പെടും. പിന്നെ വേറൊരു സാധനം വാങ്ങിച്ചാൽ കാണിച്ചു തരാം. ഇത് നമുക്കിന്ന് ലോട്ടറി അടിച്ചിരിക്കണം, എനിക്കിന്ന് ലോട്ടറി അടിച്ചതാണ്. ഇത് കണ്ടോ, ഞാനെന്ത് വാങ്ങിച്ചാലും നിങ്ങളെ ഞാൻ കാണിക്കുക, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ. അപ്പോൾ ഫസ്റ്റായിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഉള്ള സാധനമൊക്കെ കാണിക്കുന്നത്. അപ്പം ഇത് മുളക് പൊടിയാണേ. അപ്പം ഇത് ഞാൻ കൊണ്ടുപോകാൻ വാങ്ങിച്ചാണേ. ഇവിടെ അടുത്തൊരു മില്ലുണ്ട്. അപ്പം അവിടെ ആണെങ്കിൽ ഇതെല്ലാം പൊടിക്കുന്നുണ്ട് കേട്ടോ, നല്ല ലാഭമാണ്. അവിടെ തേങ്ങ ആട്ടി കൊടുക്കുന്നുണ്ട്, മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം കൊടുക്കുന്നുണ്ട്, പൊടിച്ച് കൊടുക്കുന്നുണ്ട്, നല്ല ലാഭമാണ്. പിന്നെ അപ്പം ഇത് 1/2 കിലോ മുളകാണ്. ഞാനപ്പം ഇന്ന് മറ്റേ അവിടെ വേറെ പുറത്ത് പോയെന്ന് പറഞ്ഞില്ലേ, അവിടെ ഞാൻ ചുമ്മാ ഒരു കടയിൽ വെളിച്ചെണ്ണയൊക്കെ വെച്ചേക്കണതുകൊണ്ട് ഞാൻ അവിടെ കയറി ചോദിച്ചു, വെളിച്ചെണ്ണ എങ്ങനെയാണ് വില എന്ന് ചോദിച്ചപ്പോഴത്തേന് ഈ മുളക് പൊടി മല്ലിപ്പൊടി അവിടെ അതിനു വേണ്ടി കയറിയതാണ്. മുളക് പൊടി മല്ലിപ്പൊടി ഇരിക്കുന്ന കണ്ടുകൊണ്ട് അപ്പം ഞാൻ കയറി ചോദിച്ചപ്പോൾ എത്ര രൂപ, 1/2 കിലോയ്ക്ക് എത്ര രൂപയെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ് 280 രൂപയെന്ന് പറഞ്ഞ സാധനമാണ്. 1/2 കിലോ മുളക് പൊടിക്ക് 280 രൂപ. ഇതെനിക്ക് 1/2 കിലോ 150 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത്. ഇവിടെ അടുത്ത മില്ലിൽ നിന്നാണ്. 150 രൂപയേ ഉള്ളൂ 1/2 കിലോ പിന്നെ മുളക് പൊടിക്ക്. അപ്പം ഞാൻ 1 കിലോ അങ്ങ് വാങ്ങിച്ചു. 150 ഉള്ളൂ. അത് 1/2 കിലോയുടെ വില പോലും ആയില്ലല്ലോ നമ്മളവിടെ ചോദിച്ചപ്പോൾ. അപ്പം ഞാൻ 1 കിലോ വാങ്ങിച്ചു മുളക് പൊടി. ഇതേ അവിടെ കുഞ്ഞുങ്ങൾ അവർ തപ്പി നടക്കണ്ടേ മില്ലെവിടാണെന്ന്. മോനിപ്പം
അങ്ങനെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകാനും നമ്മളെ പോലെ തപ്പി നടക്കത്തൊന്നുമില്ല. പിന്നെ അതുകൊണ്ട് ഞാൻ എപ്പോഴും പോകുമ്പോഴും ഇവിടുന്ന് കുറച്ച് ഇതുപോലെ വാങ്ങിച്ചുകൊണ്ട് പോകും. നമുക്കാവുമ്പം കുഴപ്പമില്ല, നമ്മളിങ്ങനെ തപ്പാൻ വേണ്ടി അങ്ങ് നടക്കൂല്ലേ, എവിടെ ലാഭം കിട്ടുന്ന അവിടെ തപ്പും ഞാൻ. അപ്പോൾ 1/2 കിലോ മല്ലിയും വാങ്ങിച്ചു. 1/2 കിലോ മല്ലിക്ക് 100 രൂപയേ ഉള്ളൂ കേട്ടോ. 1/2 കിലോ മല്ലിയും വാങ്ങിച്ചു. അപ്പം ഇതാണ് എനിക്ക് ലോട്ടറി അടിച്ചിരിക്കുന്നത്. അപ്പം നല്ല ലാഭമുള്ളിടത്ത് നമ്മൾ കിട്ടുമ്പോൾ വാങ്ങിക്കണമല്ലോ. അപ്പം ഇന്ന് ഞാൻ പുറത്ത് പോയപ്പോൾ ഇത്ര സാധനമാണ് ഞാൻ വാങ്ങിച്ചത്. ഇനി ഇത് അപ്പം നാളെ പോകുമ്പോഴത്തേന് ഇനി ഞാൻ ചെല്ലണവരെ അവർ ഇത് ഉപയോഗിക്കും, മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ. അപ്പം അതുവരത്തേക്ക് ഒരു സമാധാനമായി. മറ്റേത് അവർ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് അത്ര നല്ലതൊന്നുമല്ലല്ലോ. പിന്നെ കുഞ്ഞുള്ളത് കൊണ്ട് തന്നെ വാങ്ങിച്ചിട്ട് പൊടിക്കാനും ഉണക്കാനും എന്നുള്ള സമയമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഇതുവരെ പോകുമ്പോൾ കഴിയുന്നത് സാധനങ്ങളൊക്കെ കുറച്ച് ഉണ്ടെങ്കിൽ വാങ്ങിക്കും. ഇനി ബസ്സിലൊക്കെ കയറി പോകുമ്പോഴേ ഭാരം, അതുകൊണ്ടാണ് കൂടുതൽ വാങ്ങിക്കാത്തത്. കൂടുതൽ വാങ്ങിക്കാൻ പറ്റാത്ത അല്ല, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ബസ്സിലൊക്കെ കയറി പോകുമ്പോൾ ഭാരം എല്ലാം കൂടെ ഒരുമിച്ച് ഒരുപാടൊക്കെ വാങ്ങിക്കുമ്പോൾ അങ്ങനെ തന്നെയല്ല, നമുക്ക് അങ്ങനെ ഒരുപാട് വാങ്ങിക്കാനും പറ്റില്ല. നമ്മളെ ബഡ്ജറ്റ് അനുസരിച്ചല്ല നമുക്ക് വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ കേട്ടോ. അപ്പം ഞാൻ ആ ഒരുപാട് ലോങ് വീഡിയോ ആയിപ്പോയി. അപ്പോൾ എൻ്റെ പരാതിയൊക്കെ കേട്ടാന്ന് തോന്നുന്നു എന്ന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എൻ്റെ പരാതിയൊക്കെ കേട്ട് എനിക്കൊരു ചേച്ചിയാണോ അമ്മയാണോ ആരാന്നോ അറിയില്ല. എന്തായാലും അമ്മയുടെയൊക്കെ പ്രായം ഉണ്ടായിരിക്കണം, അത്ര ഇല്ലേലും ഒരു മൂത്ത ചേട്ടത്തിയുടെ പ്രായമെങ്കിലും കാണും. അപ്പോൾ എനിക്ക് വേണ്ടി നല്ലതായിട്ട് എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ട് മെസ്സേജൊക്കെ എനിക്ക് അയച്ചായിരുന്നു. എൻ്റെ പരാതി കേട്ട് ഇപ്പോൾ എനിക്ക് മെസ്സേജൊക്കെ അയച്ചു. എനിക്ക് വളരെ സന്തോഷമായി. ആരെങ്കിലുമൊക്കെ എനിക്ക് മെസ്സേജ് അയക്കണമല്ലോ, അപ്പോൾ അതുകൊണ്ട് വളരെ സന്തോഷമായി. ഇനി ഞാൻ അങ്ങോട്ട് കുറേ ദിവസത്തേക്ക് ഒരു 5-6-7 ദിവസം ഞാൻ മക്കളോടെ ആയിരിക്കും. അപ്പം എനിക്കങ്ങ് കുഞ്ഞിനെ മോനെ കാണാനും ഒക്കെ അങ്ങ്, മോനെന്ന് പറഞ്ഞാൽ വലിയ മോനല്ല, കുഞ്ഞു മോനെ കാണാൻ ഒക്കെ അങ്ങ് ഭയങ്കര നാളെ നേരം വെളുത്ത് കിട്ടിയാൽ എന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം 3-4-5 ദിവസം ഞാൻ അവരുടെ കൂടെ അടിച്ചു പൊളിക്കും. അപ്പം ഞാൻ വീഡിയോകളൊക്കെ ഇടും, കുക്കിങ്ങും. അവിടെ നല്ല മീനൊക്കെ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ ഞാൻ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ ഞാൻ അങ്ങനെ മാർക്കറ്റിലൊക്കെ പോകും മീൻ കാണാൻ. എനിക്ക് മീൻ കണ്ടാൽ അങ്ങ് പ്രാന്താണ്. അപ്പം ഞാൻ 3-4 ഐറ്റം മീനൊക്കെ മേടിക്കും. അപ്പം ഞാൻ അതൊക്കെ നിങ്ങളെ കാണിക്കും, വീഡിയോസൊക്കെ ഇടും. അപ്പം ഞാൻ കുക്കിംഗ് വീഡിയോസൊക്കെ ഇടും. അപ്പം ഇങ്ങനെ പല ലക്ഷ്യമായിട്ടാണ് ഞാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പം ഒരാഴ്ച നിൽക്കും അവിടെ. അത് കഴിഞ്ഞിട്ട് പുതിയ ഡ്യൂട്ടിക്ക് വീണ്ടും കയറും. അങ്ങനെയൊക്കെയാണ് എൻ്റെ ജീവിതം, ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ കൂടെ ഞാൻ ആ കമ്മലിൻ്റെ വീഡിയോസും ഇടും കേട്ടോ. കമ്മലിൻ്റെ വിലയോ കാര്യങ്ങളൊന്നും ഞാൻ നോക്കുന്നില്ല, ചുമ്മാ ഞാൻ വീഡിയോ കണ്ടപ്പം കമ്മൽ കണ്ടപ്പോൾ വീഡിയോ എടുത്തത്രേ ഉള്ളൂ. എൻ്റെ കമ്മലിൻ്റെ ആ ഒരു ഇഷ്ടം കൊണ്ട് ഞാൻ എടുത്തതാണ്. അപ്പോൾ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. അപ്പം ഇന്ന് നാളെ വീട്ടിൽ ചെന്നിട്ട് കുഞ്ഞുങ്ങളുമായിട്ട് കുഞ്ഞുങ്ങളുടെ അടുത്ത് പോയിട്ട് പിന്നെ ഞാൻ സൗകര്യം പോലെ ഇനി വീഡിയോ ഇടും. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതിലേക്ക് എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ. ആരും എന്നെ മറക്കല്ല, എല്ലാവരും ഒപ്പം ഉണ്ടാവണം. ഞാൻ എളിയ ഒരു ദാസിയാണ്, എന്നെ മറക്കല്ലേ കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പം എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് 500 സബ്സ്ക്രൈബ് കഴിഞ്ഞ്. അപ്പോൾ തന്നെ ഞാൻ എനിക്ക് ലൈവൊക്കെ ചെയ്യണമെന്നുണ്ടല്ല, ലൈവ് ചെയ്യാനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. അപ്പം ഇനി ഞാൻ ലൈവൊക്കെ ചെയ്യുന്നത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതിനകത്ത് മെസ്സേജ് അയക്കണം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പം ഞാൻ മക്കളുടെ അടുത്ത് പോയിട്ടാണ്, അവരാണ് എനിക്ക് ഇതെല്ലാം പഠിപ്പിച്ചു തരുന്നത്. അതൊക്കെ പഠിപ്പിച്ച് എന്നെ വിടും. അപ്പം ഞാൻ വന്ന് ജോലി ചെയ്യുന്നിടത്ത് സമയവും സാഹചര്യവും ഒക്കെ പോലെ ലൈവും ഇടയ്ക്ക് ഞാൻ ചെയ്യും. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. എനിക്ക് ഈ ലൈവിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്നും അറിയത്തില്ല. അപ്പം അവരാണ് ഇനിയല്ലേ ചെയ്ത് തരുന്നത്. എന്നിട്ടൊക്കെയാണ് നമ്മളെല്ലാം ഇതൊക്കെ ചെയ്യും. അപ്പം എല്ലാവരും എന്നെ സഹായിക്കണം, സപ്പോർട്ട് ചെയ്യണം, അത്രയേ ഉള്ളൂ. അപ്പം ടാറ്റ.